പ്രിപ്പറേഷൻ ഓഫ് ഹാലോ അറീൻസ്. ഓക്കെ ആണോ? അപ്പോൾ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് എന്താടാ ഹാലോ അറീൻ. അപ്പോൾ നമ്മൾ അടുത്തത് പോകുന്നത് ഹാലോ അറീനിലേക്കാണ് കേട്ടോ. എല്ലാവർക്കും അറിയുന്ന ഹാലോ അറീനിലേക്ക്. ഓക്കെ ആണോ? അപ്പോൾ ഹാലോ അറീൻ ആരടാ? ബെൻസീറിങ്ങൾ കോമ്പൗണ്ട് അല്ലേ ഹാലോ അറീൻ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം? ഇതിനെ 3 രീതിയിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, എങ്ങനെയെന്നറിയാം? ഒന്ന് ബെൻസീനിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് എന്തെന്ന് പ്രിപ്പയർ ചെയ്യാം? അനിലിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഡൗട്ടൊന്നുമില്ലല്ലോ. അനിലിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ബെൻസീനിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, അനിലിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഒരു റിയാക്ഷൻ ഉണ്ട്, ഇത് ഗാറ്റർമാൻ റിയാക്ഷൻ, അതിൽ നിന്നൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് നോക്ക് കേട്ടോ. അപ്പോൾ നോക്കുക, ആദ്യം നമുക്ക് ഹാലോ അറീൻ, നിങ്ങൾ ബേജാറാണ്ടോ? ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പ്രിപ്പറേഷൻ ഓഫ് ഹാലോ അറീൻ നോക്ക് കേട്ടോ. ഒന്നാമത്തെ പ്രിപ്പറേഷൻ നോക്കണേ. ഹാലോ അറീൻ അല്ലേടാ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഹാലോ അറീൻ എന്ന് പറഞ്ഞാൽ ആരാ? അറൈൽ ഗ്രൂപ്പ്, ബെൻസീനുള്ള ആളല്ലേ. അപ്പോൾ ഇവിടുന്ന് പ്രിപ്പയർ ചെയ്യാം, ബെൻസീൻ എന്ന് പ്രിപ്പയർ ചെയ്യാം അല്ലെ. ബുദ്ധി ഉപയോഗിച്ചപ്പോൾ ഹാലോ അറീൻ എന്ന് പറഞ്ഞാൽ ആരാ? ബെൻസീൻ റിങ്ങിൽ ഹാലജൻ വന്നാലാണ് ഹാലോ അറീൻ എന്ന് പറയാ. അപ്പോൾ ഏതിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുക? ബെൻസീൻ നിന്ന് പ്രിപ്പയർ ചെയ്യുക. ഏതെങ്കിലും ആരെങ്കിലും പറഞ്ഞു തരുന്നത് അറിയുന്ന കാര്യമല്ലേ. അപ്പോൾ ഹാലോ അറീൻ പ്രിപ്പയർ ചെയ്യാൻ എന്ത് ചെയ്യുക? ആദ്യം നമ്മളെ ബെൻസീൻ തന്നെ എടുക്കുക. അപ്പോൾ ഫ്രം ബെൻസീൻ നമുക്ക് എവിടുന്ന് പ്രിപ്പയർ ചെയ്യാം? ബെൻസീനിൽ നിന്ന് പ്രിപ്പയർ ചെയ്യണം. ഫ്രം ബെൻസീനിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ ആണോ? അപ്പോൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ പറയാം, ഞാൻ പറയില്ല. ഒരു ബെൻസീനാണ് എടുത്തത്. ഓക്കെ, ബെൻസീനാണ് എടുത്തത്. നമ്മളെ പ്രിയപ്പെട്ട ബെൻസീൻ. ഈ ബെൻസീനിനെ എനിക്ക് എന്താക്കണം? ഹാലോ അറീനാക്കണം. ഓക്കെ എന്ന് പറഞ്ഞാൽ ബെൻസീനിലേക്ക് ഹാലജൻ ആഡ് ചെയ്യണം. എന്താ ഞാൻ ചെയ്യേണ്ടത്? എന്തൊക്കെ ഞാൻ ചെയ്തത്? ഇതിലേക്ക് എന്ത് ചെയ്താൽ മതി? ഹാലോജിനേഷൻ നടത്തിയ പോരെ? ഒന്നുമില്ലടാ, ഹൈഡ്രജനെ മാറ്റി അങ്ങോട്ട് ഹാലജൻ വന്നാൽ പോരെ? അപ്പൊ നമ്മൾ ഹാലോജൻ ആഡ് ചെയ്താൽ പോരെ? അപ്പൊ എന്ത് ചെയ്താൽ മതി? X2 ആഡ് ചെയ്താൽ പോരെ? ഹാലോജിനേഷൻ നടത്തിയാൽ പോരെ? അപ്പൊ ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യുക? ഹാലോജിനേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ ക്ലോറിൻ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രോമിൻ ആഡ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യുക? ഹാലോജിനേഷൻ. കണ്ടോ? അപ്പൊ ബെൻസീനിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഹാലോജിനേഷൻ നടത്തിയാൽ മതി, അല്ലെങ്കിൽ ക്ലോറിനേഷൻ നടത്തിയാൽ മതി. ഹാലോജിനേഷൻ. ഓക്കെ ആണോ? സിമ്പിൾ അല്ലേ? ഒന്ന് ശ്രദ്ധിച്ചു, നിങ്ങൾ എന്ത് സിമ്പിളാണ്. അപ്പോൾ നോക്കുക, ബെൻസീൻ റിംഗ് എടുക്കുക, അതിലേക്ക് ഹാലജൻ ആഡ് ചെയ്യുക. നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇവിടെ റിയാക്ഷൻ നടക്കുക എങ്ങനെ ഇരിക്കും എന്നറിയോ? ഡാർക്ക് മീഡിയത്തിൽ ഓക്കെ അയേൺ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലായിരിക്കും റിയാക്ഷൻ നടക്കുക. ഓക്കെ ആണോ? അപ്പൊ ഡാർക്ക് മീഡിയത്തിൽ അയേൺ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുക. ഓർത്തു വെക്കണം. അപ്പൊ ബെൻസീനിനെ ഹാലോ അറീനാക്കി മാറ്റാൻ, അല്ലെങ്കിൽ ഹാലോ ബെൻസീനാക്കി മാറ്റാൻ എന്ത് ചെയ്യണം? ഡാർക്ക് മീഡിയത്തിൽ അയേൺ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ക്ലോറിൻ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ബ്രോമിൻ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഹാലോജിനേഷൻ നടത്തണം. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നടത്താം. നമുക്ക് ഇവിടെ നോക്കടാ, ഇത് ബെൻസീനാണ്. ഈ ബെൻസീനിന്റെ ഓരോ കോർണറിലും ആരുണ്ട്? ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയും ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയും ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയും ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയൊക്കെ ഹൈഡ്രജൻ ഉണ്ട്. അവിടെയൊക്കെ കാർബൺ ഉണ്ട് കേട്ടോ. അതല്ലേ C6H6 നോക്ക്, 1 2 3 4 5 6. അപ്പോൾ 6 കാർബൺ, അവിടെ ഓരോരോ ഹൈഡ്രജനും, അതാണ് C6H6. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഒരു ഹൈഡ്രജനും ഓക്കെ, ഇവിടെ 2 ക്ലോറിനില്ലേ, ആ 2 ക്ലോറിനിലെ ഒരു ക്ലോറിനും എന്താ പോവുക? HCl പോകും. HCl പോയി, ഓണവൈക്ക് പോയി, HCl പോയി. ബാക്കി എന്താ അവിടെ ഉള്ളത്? ഒരു ക്ലോറിൻ ബാക്കിയില്ലേ? ആ ഒരു ക്ലോറിൻ എങ്ങോട്ട് വരും? ഹൈഡ്രജൻ പോയ സ്ഥലത്തേക്ക് വരും. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ബെൻസീൻ ഉണ്ട്, നമ്മളെ ബെൻസീൻ ഉണ്ട്. ആ ബെൻസീനിലേക്ക് ആര് വരും? ക്ലോറിൻ വരും. പ്ലസ് എന്ത് പോയി? HCl പോയി. ഓക്കെ ആണോ? റിയാക്ഷൻ മനസ്സിലായോ? ഓക്കെ ആണോ? സ്റ്റെപ്പ് പിടുത്തം കിട്ടി. അപ്പൊ നോക്കുക, എന്താണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്? ഡാർക്ക് മീഡിയത്തിൽ അയേൺ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ നിങ്ങൾ ക്ലോറിനേഷൻ നടത്തണം, അല്ലെങ്കിൽ ഹാലോജിനേഷൻ നടത്തണം. അപ്പൊ നമുക്ക് ഇത് കിട്ടും, ക്ലോറോ ബെൻസീനിനെ കിട്ടും. ഇതെന്താ? ക്ലോറിൻ വന്നാൽ ക്ലോറോ, ബെൻസീൻ ആണെങ്കിൽ ബെൻസീൻ, അപ്പൊ ക്ലോറോ ബെൻസീൻ. ഓക്കെ ആണോ? ഇതല്ലേ ഹാലോ അറീൻ അല്ലേ? ബെൻസീൻ റിങ്ങിൽ ക്ലോറിൻ വന്നില്ലേ, ഹാലജൻ വന്നില്ലേ? അപ്പൊ എന്താണ്? ഹാലോ അറീൻ. മക്കളെ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താ ഓർക്കുക? ഇരുട്ടത്ത് ഇരുമ്പ് വടി എടുത്തിട്ട് ക്ലോറിനെ എന്തിന്റെ മണ്ടയിലടിക്കണം? ബെൻസീന്റെ മണ്ടയിലടിക്കണം. ഓക്കെ ആണോ? അപ്പൊ ഇരുട്ടത്ത് ഇരുമ്പ് വടി എടുത്തിട്ട് ക്ലോറിനെ ബെൻസീനിന്റെ തലക്കടിക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ക്ലോറോ ബെൻസീൻ കിട്ടും. ഓക്കെ ആണോ? ഇത്രയല്ലോ റിയാക്ഷൻ. പഠിഞ്ഞോ? ഫ്രം ബെൻസീൻ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അടുത്ത് നമുക്ക് എവിടുന്ന് പ്രിപ്പയർ ചെയ്യാമെന്ന് അറിയാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഞാൻ വായിക്കട്ടെ. ഓക്കെ,
ഞാൻ അടുത്തത് ഞാൻ നിങ്ങൾക്ക് എഴുതി തരാം. അടുത്തത് എവിടുന്നാന്ന് അറിയാം. അത്രയല്ലോ കേട്ടോ, സിമ്പിളല്ലേ? നോക്ക് എന്ത് സിമ്പിളാ. അതാ ഞാൻ പറഞ്ഞ എല്ലാവർക്കും അറിയുന്ന റിയാക്ഷനാണ്. ഇനി അടുത്തത് എന്താണ്? രണ്ടാമത്തെ പ്രിപ്പറേഷൻ എവിടുന്നാന്ന് അറിയാം. ഫ്രം അനിലിൻ. ഓക്കെ, അനിലിൻ നിന്ന് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഫ്രം അമൈൻസ്, അമൈൻസിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാം. അത് പറയാം. ഫ്രം അമൈൻസ് അല്ലെങ്കിൽ ഫ്രം അമീൻസ്. എന്താ ഈ അമൈൻസ് എന്ന് പറഞ്ഞാൽ? എവിടുന്ന അമൈൻസിൽ നിന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? വേഗം പറഞ്ഞാൽ എങ്ങനെ അമൈൻസിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാം? നമ്മൾ പറയണം അമൈൻസിൽ നിന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, നമുക്ക് എഴുതി നോക്കാം കേട്ടോ. എടാ അമൈൻസ് എന്ന് പറഞ്ഞാൽ ആരാന്നറിയാം? അമൈൻസ് ആരാ? NH2 ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന ഓർഗാനിക് കോമ്പൗണ്ടാണ് അമൈൻസ്. അത് NH2 കേട്ടോ. അപ്പോൾ NH2 ഉള്ള കോമ്പൗണ്ടാണ് അമൈനുകൾ എന്ന് പറയാം. ഓക്കെ, NH2 വരാറുണ്ട്. പ്രൈമറി അമൈൻ, സെക്കൻഡറി അമൈൻ, ടെർഷറി അമൈൻ, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഇത്ര മനസ്സിലാക്കി വെക്കുക. NH2 ഓക്കെ ആണോ? അപ്പോൾ എന്തെടുക്കുക? അമൈൻ എടുക്കുക. ഏത് അമൈൻ എടുക്കുക? നമ്മൾ എന്താ പ്രിപ്പയർ ചെയ്യേണ്ടത്? ഹാലോ അറീനാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ബെൻസീൻ റിംഗിൽ ആരാ വരേണ്ടത്? NH2. ബെൻസീൻ റിംഗ് ഉണ്ടായാലല്ലേ അറൈൽ ഗ്രൂപ്പ് വരുള്ളൂ, അല്ലെങ്കിൽ അറീൻ കിട്ടുള്ളൂ അല്ലേ? ബെൻസീൻ റിംഗ് അല്ലേ അറൈൽ ഗ്രൂപ്പ്. ആ ബെൻസീൻ റിംഗിലേക്കല്ലേ ഹാലോജൻ വരേണ്ടത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന റിയേജന്റ് ആരായിരിക്കണം? ബെൻസീനുള്ള ആളായിരിക്കണം. ശരിയല്ലേ? അപ്പോൾ അമൈൻ എന്ന് പറഞ്ഞാൽ ആരാടാ? ബെൻസീൻ റിംഗുള്ള അമൈൻ. അതാരാ? ബെൻസീൻ റിംഗുള്ള അമൈൻ എടുക്കണം, എന്നാലല്ലേ ഹാലോ അറീനെ കിട്ടുള്ളൂ അല്ലേ? അല്ല കണ്ണി കണ്ട ആൾക്കാർ എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ബെൻസീൻ റിംഗുള്ള ആരെടുക്കുക? ആരെടുക്കുക? അമൈനെടുക്കുക. അപ്പോൾ ബെൻസീൻ റിംഗിൽ NH2. ഈ ബെൻസീൻ റിംഗിൽ NH2 വന്നാൽ ഇയാളെ എന്തെന്ന് വിളിക്കുക? അനിലിൻ. ഇയാളെ വിളിക്കുന്ന പേരെന്താണ്? അനിലിൻ കേട്ടോ. ഇയാളാണ് നമ്മൾ അനിലിൻ എന്ന് പറയുന്ന ആൾ. മറക്കരുത്, അനിലിൻ. അപ്പോൾ നമ്മൾ ആരെടുക്കുക? അനിലിൻ എടുക്കുക. അനിലിൻ. ഈ അനിലിനെ നമുക്ക് എന്താക്കി മാറ്റാം? ഹാലോ അറീനാക്കി മാറ്റാം. അപ്പോൾ നിങ്ങൾ ഓർക്കുക, പേര് ഓർക്കുക. അനിലിനെ ഹാലോ അറീനാക്കി മാറ്റുന്ന റിയാക്ഷനെ പറയുന്ന പേരാണ് സാൻമെയേഴ്സ് റിയാക്ഷൻ കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സാൻമെയേഴ്സ് റിയാക്ഷൻ. ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട് സാൻമെയേഴ്സ് റിയാക്ഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ആ റിയാക്ഷൻ എന്താണ്? സാൻമെയേഴ്സ്. ഓക്കെ ആണോ? സാൻമെയേഴ്സ് റിയാക്ഷൻ. സാൻമെയേഴ്സ് റിയാക്ഷൻ ഓക്കെ ആണോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സാൻമെയേഴ്സ്. ഓക്കെ ആണോ? ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ സാൻമെയേഴ്സ് റിയാക്ഷൻ. അപ്പോൾ നിങ്ങൾ എന്തെടുക്കുക? അനിലിൻ എടുക്കുക. ഓക്കെ ആണോ? ആ അനിലിനിലേക്ക് നിങ്ങൾ എന്താ ആഡ് ചെയ്യണം? എന്താ ആഡ് ചെയ്യണടാ? അനിലിനേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്യുക? നിങ്ങൾ ഓർക്കുക, സാൻമെയേഴ്സ് റിയാക്ഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അനിലിനെടുക്കുക. ആ അനിലിനിലേക്ക് നിങ്ങൾ എന്തിനെ ആഡ് ചെയ്യണം? നിങ്ങൾ നോക്കണേ, എന്തിനെ ആഡ് ചെയ്യണം എന്നറിയോ? സാൻമെയേഴ്സ് ആകുമ്പോൾ നിങ്ങൾ എന്തിനെ ആഡ് ചെയ്യുന്നറിയോ? NaNO2 ആഡ് ചെയ്യുക, സോഡിയം നൈട്രേറ്റ്. ഓർക്കണം കേട്ടോ. അപ്പോൾ അനിലിനെടുത്തിട്ട് അതിലേക്ക് NaNO2 ഓക്കെ ആണോ എന്ന് പറഞ്ഞാൽ സോഡിയം നൈട്രേറ്റ് ആഡ് ചെയ്യാം. ഓക്കെ ആണോ? അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? HX ആഡ് ചെയ്യാം. ഓക്കെ, Na2ഉം അതേപോലെ തന്നെ HXും ആഡ് ചെയ്യാം. ഓക്കെ, HX എന്ന് പറഞ്ഞാൽ HCl HBr ആവാം. HX ആഡ് ചെയ്യാം. ഓക്കെ ആണോ? മക്കളെ മനസ്സിലായോ? അപ്പോൾ എന്തെടുക്കുക? അനിലിനെടുക്കുക. ആ അനിലിലേക്ക് നിങ്ങൾ എന്താ ആഡ് ചെയ്യുക? Na2 എന്ന് പറഞ്ഞാൽ സോഡിയം നൈട്രേറ്റും HXും നിങ്ങൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ നോക്കുക എങ്ങനെയായിരിക്കും ഇവിടെ റിയാക്ഷൻ നടക്കുക എന്നുള്ളത് നമുക്കറിയണം. ഓക്കെ ആണോ? ഇവിടുത്തെ ടെമ്പറേച്ചർ നിങ്ങൾ നോട്ട് ചെയ്യണം. 0 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ആവാം. എന്ന് പറഞ്ഞാൽ കോൾഡ് കണ്ടീഷനിൽ നടത്തണം. ഓക്കെ, തണുപ്പത്ത് നടത്തണം കേട്ടോ. അപ്പോൾ അനിലിനെടുക്കുക. അനിലിന് തണുപ്പ് അത്രേ പറ്റുള്ളൂ. അപ്പോൾ അനിലിനെടുക്കുക. അനിലിനെ കോൾഡ് കണ്ടീഷനിൽ എത്ര? 0 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ അത്രേ പറ്റുള്ളൂ. പ്രസൻസിൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചറിൽ NaNO2ൻ്റെയും HXൻ്റെയും പ്രസൻസിൽ ട്രീറ്റ് ചെയ്യാം. റിയാക്ഷൻ ശ്രദ്ധിക്കണം. എങ്ങനെയാണ് നടക്കുക പറയണം കേട്ടോ. ഞാൻ പറഞ്ഞു തരാം. ഈ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അങ്ങോട്ട് ആര് വരും? ഹാലോജൻ വരും. എങ്ങനെ? ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അങ്ങോട്ട് ഹാലോജൻ വരും. ഓക്കെ, നമ്മൾ HX കണ്ടോ? HX ഹാലോജൻ വരും. ഓക്കെ ആണോ? അപ്പോൾ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് അങ്ങോട്ട് ആര് വരും? ഹാലോജൻ വരും. ഒന്ന്. പിന്നെ ഇവിടെ കണ്ടടാ NaNO2 അല്ലേ? ഇതിലുള്ള നൈട്രജൻ എങ്ങോട്ട് വരും? ഈ നൈട്രജൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു നൈട്രജൻ ഉണ്ട്. അങ്ങോട്ട് ഒരു നൈട്രജൻ കൂടി വന്നാൽ N2. ഈ H2നെ റീപ്ലേസ് ചെയ്തിട്ട് അങ്ങോട്ട് ആര് വരും? ഒരു ഹാലോജൻ വരും. അപ്പോൾ എന്താ മക്കളെ കിട്ടുക? പറഞ്ഞ ബെൻസീൻ റിംഗ്. സ്റ്റെപ്പ് അങ്ങനെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ശരിക്കും ഇതിൻ്റെ സ്റ്റെപ്പ് മെക്കാനിസം ഒക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. നിങ്ങൾ തൽക്കാലം ഇങ്ങനെ ഓർത്ത് വെക്ക്. എന്ത് ചെയ്യുക? ഈ നൈട്രജൻ്റെ അടുത്തേക്ക് ഈ നൈട്രജൻ വരുന്നു N2. ഈ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു ഹാലോജൻ വരുന്നു. ഓക്കെ ആണോ? അപ്പോൾ എന്താ കിട്ടുക? അനിലിനിലേക്ക് ഒരു നൈട്രജൻ ഓൾറെഡി ഇവിടെ ഉണ്ട്, ഡൗട്ടൊന്നുമില്ല. അങ്ങോട്ടൊരു നൈട്രജൻ വന്നാൽ N2. ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് ഹാലോജൻ വരും X.
ഓക്കെ. ഇനി ഇതിന്റെ ചാർജ് കൂടി വേണമെങ്കിൽ നമുക്കൊന്ന് എഴുതിയേക്കാം. ഹാലജന്റെ ചാർജ് മൈനസ് ആണ് നമുക്കറിയാം. അപ്പോൾ നൈട്രജൻ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇതിനെ പറയുന്ന പേരെന്താണെന്ന് അറിയാം. ഇതിനെ പറയുന്ന ഒരു പ്രത്യേക പേരാ. ഇത് ബെൻസീൻ അല്ലേ? ബെൻസീൻ. ഇവിടെ എത്ര നൈട്രജൻ ഉണ്ട്? 2 നൈട്രജൻ. അപ്പോൾ ഡയസോണിയം. ഓക്കെ, ബെൻസീൻ, ഡയസോണിയം. ഇത് ഹാലജൻ അല്ലേ? അപ്പോൾ ഹാലൈഡ്. അപ്പോൾ ഇതിന്റെ പേരെന്താ? ബെൻസീൻ. കണ്ടോ? അതിന്റെ പേരെന്താണ്? ബെൻസീൻ. ഓക്കെ, 2 നൈട്രജൻ അല്ലേ? അപ്പോൾ ഡയസോണിയം. ഡയസോണിയം. ഹാലജൻ അല്ലേ? അപ്പോൾ ഹാലൈഡ്. കണ്ടോ? അപ്പോൾ ബെൻസീൻ, ഡയസോണിയം, ഹാലൈഡ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? നമ്മൾ അനിലിൻ എടുക്കുക, ആ അനിലിലേക്ക് NaNO2 HX ആഡ് ചെയ്യുക. അവിടുത്തെ കണ്ടീഷൻ കോൾഡ് കണ്ടീഷൻ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ 0 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക? ഹൈഡ്രജനെ പിടിച്ച് ചവിട്ടി പുറത്താക്കിയിട്ട് അങ്ങോട്ട് ഹാലജൻ വരും. ഈ നൈട്രജന്റെ അടുത്തേക്ക് ഒരു നൈട്രജൻ കൂടി വരും. അപ്പോൾ N2X. അങ്ങനെ ബെൻസീൻ റിങ്ങിൽ N2X വന്നാൽ അതിനെ പറയുന്ന പേരാണ് ബെൻസീൻ. വന്നാൽ ബെൻസീൻ, 2 നൈട്രജൻ വന്നാൽ ഡൈസോണിയം എന്ന് പറ. അപ്പോൾ ഹാലജൻ വന്നാൽ ഹാലൈഡ്. അപ്പോൾ ബെൻസീൻ, ഡൈസോണിയം, ഹാലൈഡ്. ഓക്കെ ആണോ? അപ്പോൾ ബെൻസീൻ, ഡൈസോണിയം, ഹാലൈഡ് കിട്ടും. അങ്ങനെ ഓർത്ത് വെക്കണം കേട്ടോ. പേര് ഇങ്ങനെ തന്നെ ഓർത്ത് വെക്കണം കേട്ടോ. ക്ലിയർ അല്ലേ മക്കളെ? പഠിഞ്ഞില്ലേ? ഇപ്പൊ പഠിഞ്ഞില്ലേ? ഓക്കെ. ഇനി എന്താ ചെയ്യുക? ഇപ്പൊ ഇതൊന്നല്ല വേണ്ടത്. എന്താ വേണ്ടത്? ബെൻസീൻ റിങ്ങിൽ ഹാലജൻ മാത്രമാണ് വേണ്ടത് അല്ലേ? അപ്പൊ ഈ റിയാക്ഷനെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പിനെ നമ്മൾ പറയുന്ന പേരാണ്. ഇവിടെ നമുക്ക് എന്താ കിട്ടി? ഡയസോണിയം ഹാലൈഡ് അല്ലേ കിട്ടിയത്? ബെൻസീൻ ഡയസോണിയം അല്ലേ കിട്ടിയത് അല്ലേ? അപ്പൊ ഇതിന് എന്ത് റിയാക്ഷൻ എന്നാ പറയാ? ഡയസോടൈസേഷൻ റിയാക്ഷൻ എന്നാ പറയാ കേട്ടോ. ഈ റിയാക്ഷനെ പറയുന്ന പേരാണ് ഡയസോടൈസേഷൻ റിയാക്ഷൻ. ഓർത്തു വെക്കണേ, ഈ റിയാക്ഷൻ എന്താണ്? ഡയസോടൈസേഷൻ റിയാക്ഷൻ. പഠിഞ്ഞ മക്കളെ? ഓക്കെ, ഡയസോടൈസേഷൻ റിയാക്ഷൻ പഠിഞ്ഞ മക്കളെ? അപ്പൊ ഇതിന്റെ പേരെന്താണ്? ഡയസോടൈസേഷൻ കേട്ടോ. ഡയസോടൈസേഷൻ റിയാക്ഷൻ. ഓക്കെ, ഈ റിയാക്ഷനെ പറയുന്ന പേരെന്താണ്? ഡയസോടൈസേഷൻ റിയാക്ഷൻ. ഓക്കെ ആണോ? ഈ റിയാക്ഷനെ പറയുന്ന പേര് ഡയസോടൈസേഷൻ റിയാക്ഷൻ. ബെൻസീൻ ഡൈസോണിയം ഹാലൈഡ് അല്ലേ ഉണ്ടായത്? അപ്പൊ ഡൈസോണിയം ഉണ്ടായി, അപ്പോൾ ഡയസോടൈസേഷൻ. ഓക്കെ, ഡൈസോണിയം ഉണ്ടായി, അപ്പോൾ ഡയസോടൈസേഷൻ കേട്ടോ. പഠിഞ്ഞില്ലേ? അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇത് ഓർത്തു വെച്ചിട്ടോ. അത് നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് വരുന്നുണ്ട്, ഡൈസോടൈസേഷൻ. ഓക്കെ, ബെൻസീൻ, ഡൈസോണിയം, ഹാലൈഡ് ആരാന്നും പഠിച്ചു നോക്കുന്നുണ്ട്. ഓക്കെ, ബെൻസീൻ എന്ന് പറഞ്ഞാൽ ബെൻസീൻ, ഡൈസോണിയം എന്ന് പറഞ്ഞാൽ 2 നൈട്രജൻ ഓർക്കുക, ഹാലൈഡ് എന്ന് പറഞ്ഞാൽ ഹാലജൻ ഓർക്കുക. അപ്പോൾ ബെൻസീൻ, ഡൈസോണിയം, ഹാലൈഡ് കഴിഞ്ഞു. ഓക്കെ, ചാർജ് കൂടി എടുത്തച്ചാൽ നന്നായി. പിന്നെ നോക്കടാ, ബെൻസീൻ, ഡൈസോണിയം, ഹാലൈഡ്. ഓക്കെ ആണോ? ഓക്കെ, എന്നാൽ നമുക്ക് അടുത്തത് നോക്കാം. ഈ ബെൻസീൻ ഡയസോണിയം ഹാലൈഡിനെ നമുക്ക് ബെൻസീൻ ഡയസോണിയം ഹാലൈഡ് അല്ല വേണ്ടത്, നമുക്ക് ഹാലോ അറീന വേണ്ടത്. അപ്പോൾ ബെൻസീൻ ഡയസോണിയം ഹാലൈഡ് എടുക്കുക. N2X. കണ്ടോ? N2X. ബെൻസീൻ ഡയസോണിയം ഹാലൈഡ് എടുത്തു. ഈ ബെൻസീൻ ഡയസോണിയം ഹാലൈഡ് എടുത്തിട്ട് ആ ബെൻസീൻ ഡയസോണിയം ഹാലൈഡിനെ കുപ്രസ് ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കോപ്പർ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക. അതായത് Cu2X2 ട്രീറ്റ് ചെയ്യുക. ഓക്കെ ആണോ? അപ്പൊ എന്താണ് അടുത്തത്? ബെൻസീൻ ഡയസോണിയം ഹാലൈഡിനെ കോപ്പർ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുക എന്നറിയാം? ഇവിടെ ഒന്നും സംഭവിക്കില്ല. എന്താ സംഭവിക്കുക? ഈ നൈട്രജൻ ഉണ്ടല്ലോ, ഇതെന്തായിട്ട് പോകും? ഗ്യാസ് ആയിട്ട് പോകും. നൈട്രജൻ ഗ്യാസ് ആയിട്ട് പോകും. ബാക്കി നമ്മളിവിടെ ഏത് ഹാലജനാണോ എടുത്തത് ആ ഹാലജനെ നമുക്ക് ബെൻസീൻ റിങ്ങിൽ കിട്ടും. അപ്പൊ എന്താ കിട്ടുക? ബെൻസീൻ റിങ്ങിൽ ഹാലജൻ കിട്ടും. ഏത് ഹാലജനാണോ എടുത്തത് ആ ഹാലജനെ കിട്ടും. ഓക്കെ, നൈട്രജൻ ഗ്യാസ് ആയിട്ടും പോയി. അപ്പോൾ ഇതാണ് എന്ത്? സാൻമയേഴ്സ് റിയാക്ഷൻ. പഠിഞ്ഞോ? സാൻമയേഴ്സ് റിയാക്ഷൻ പഠിഞ്ഞോ? ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് സാൻമയേഴ്സ് റിയാക്ഷൻ. അങ്ങനെ തന്നെ ചോദിക്കും. ഓക്കെയാണോ? അപ്പോൾ സാൻമയേഴ്സ് റിയാക്ഷൻ എങ്ങനെയാണ്? ആദ്യം നമ്മൾ അനിലിനെടുക്കുക. സാൻമയേഴ്സ് പറഞ്ഞാൽ അനിലിനെടുക്കുക, അതിനെ സോഡിയം നൈട്രേറ്റും HX ട്രീറ്റ് ചെയ്യുക. എങ്ങനെ? കോൾഡ് കണ്ടീഷനിൽ ട്രീറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ബെൻസീൻ റിങ്ങിൽ N2X കിട്ടും. എന്ന് പറഞ്ഞാൽ ബെൻസീൻ ഡയസോണിയം ഹാലൈഡ് കിട്ടും. ആ റിയാക്ഷനെ ഡയസോടൈസേഷൻ റിയാക്ഷൻ എന്ന് പറയും. ആ ബെൻസീൻ ഡയസോണിയം ഹാലൈഡിനെ കോപ്പർ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പൊ നൈട്രജൻ ഗ്യാസ് ആയിട്ട് അങ്ങോട്ട് പോകും. ബാക്കി ഏത് ഹാലജനാണോ എടുത്തത് ആ ഹാലജനെ ബെൻസീനിൽ കിട്ടും. ഇതല്ലേ ഹാലോ അറിയും? കിട്ടിയില്ലേ? ഈ റിയാക്ഷനെ പറയുന്ന പേരാണ് സാൻമയേഴ്സ് റിയാക്ഷൻ. മക്കൾക്ക് പഠിഞ്ഞോ സാൻമയേഴ്സ്? ഇനി നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് വേറൊരു റിയാക്ഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്ക്. ഇവിടെ ഞാൻ കോപ്പർ ഹാലൈഡ് അല്ല എടുത്തത്. ഈ കോപ്പർ ഹാലൈഡിന് പകരം ഓക്കെ, ഇതാ സാൻമയേഴ്സ് കഴിഞ്ഞു. ഇതോടുകൂടി സാൻമയേഴ്സ് കഴിഞ്ഞു. ഇനി അവിടെ സാൻമയേഴ്സ് നമുക്ക് പോകണ്ട. നിങ്ങൾ വേറൊരു റിയാക്ഷൻ നോട്ട് ചെയ്യേണ്ട റിയാക്ഷൻ ഉണ്ട്. അതെന്താണെന്ന് അറിയോ? ഈ ബെൻസീൻ ഡയസോണിയം ഹാലൈഡ് എടുക്കുക. ഈ ബെൻസീൻ ഡയസോണിയം എന്തെടുക്കുക? ബെൻസീൻ ഡയസോണിയം ഹാലൈഡ് എടുക്കുക. ഓക്കെ, ബെൻസീൻ ഡയസോണിയം ഹാലൈഡ് എടുക്കുക. ഈ ബെൻസീൻ ഡയസോണിയം ഹാലൈഡിലേക്ക് കോപ്പർ ഹാലൈഡിന് പകരം എന്താ ആഡ് ചെയ്യുക? കോപ്പർ പൗഡർ ആഡ് ചെയ്യുക. കോപ്പർ പൗഡർ, ചെമ്പ് പൊടി, കോപ്പർ പൗഡർ ആഡ് ചെയ്യുക.
കോപ്പർ പൗഡർ ആഡ് ചെയ്യാം. ഓക്കെ, അതിന്റെ കൂടെ എന്തും ആഡ് ചെയ്യുക, HX കൂടി ആഡ് ചെയ്യുക. കോപ്പർ പൗഡറും അതേപോലെ തന്നെ HXും ആഡ് ചെയ്യാം. ഓക്കെ മക്കളെ, അപ്പൊ ബെൻസീൻ ഡയസോണിയം ഹാലൈഡ് എടുക്കുക. ആ ബെൻസീൻ ഡയസോണിയം ഹാലൈഡിലേക്ക് കോപ്പർ ഹാലൈഡിന് പകരം കോപ്പർ പൗഡറും HXും ആഡ് ചെയ്യുക. അപ്പൊ എന്താ സംഭവിക്കുക, ഈ നടന്നത് തന്നെ സംഭവിക്കും, ഇവിടെ നടന്നത് തന്നെ സംഭവിക്കും. എന്താ സംഭവിക്കുക, ഈ നൈട്രജൻ ഗ്യാസ് ആയിട്ട് പോകും. ബാക്കി എന്താ കിട്ടുക, നൈട്രജൻ ഗ്യാസ് ആയിട്ട് അങ്ങോട്ട് പോകും. ബാക്കി ഏത് ഹാലജനാണോ എടുത്തത് ആ ഹാലജനെ നമുക്ക് ബെൻസീൻ റിങ്ങിൽ കിട്ടും എന്നുള്ളതാണ്. അപ്പൊ എന്താ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ബെൻസീൻ റിങ്ങിൽ ഹാലജനെ കിട്ടും. ഓക്കെയാണോ? പ്ലസ് നൈട്രജൻ ആവിയായിട്ട് പോകും. അപ്പോഴും നമുക്ക് എന്തിനെ കിട്ടിയടാ, ഹാലോ അറീനിനെ കിട്ടിയില്ലേ. ഈ റിയാക്ഷനെ പറയുന്ന പേരാണ് ഗാറ്റർമാൻ റിയാക്ഷൻ കേട്ടോ. അപ്പൊ ഗാറ്റർമാനിന്റെ ഒരൊറ്റ ഡിഫറൻസേ ഉള്ളൂ, എന്താണ്, കോപ്പർ ഹാലൈഡിന് പകരം കോപ്പർ പൗഡർ എടുക്കുക. ഓക്കെ, കൂട്ടുകാരനായിട്ട് ആറിനെ എടുക്കുക, HXനെ എടുക്കുക. ഓക്കെയാണോ? അപ്പോൾ കോപ്പർ ഹാലൈഡിന് പകരം കോപ്പറും HXും എടുക്കുക. അപ്പോൾ ശരിയല്ലേ, കോപ്പറും ഹാലജനും ഉണ്ടല്ലോ. അപ്പോൾ കോപ്പർ ഹാലൈഡിന് പകരം കോപ്പർ പൗഡറും HX കൂടി എടുത്താൽ ഏത് റിയാക്ഷനായി, ഗാറ്റർമാൻ റിയാക്ഷനായി. എന്ത് മാൻ, ഗാറ്റർമാൻ റിയാക്ഷൻ. മാർക്ക് ചെയ്ത് കേട്ടോ, ഗാറ്റർമാൻ റിയാക്ഷൻ. ഓക്കെ ഉണ്ടോ, പഠിഞ്ഞോ? ഗാറ്റർമാൻ റിയാക്ഷൻ പഠിഞ്ഞോ? ഇമ്പോർട്ടൻ്റ് ആണ് ഗാറ്റർമാൻ കേട്ടോ, ഗാറ്റർമാനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഗാറ്റർമാൻ ആകുമ്പോൾ എന്താ വ്യത്യാസം, കോപ്പർ ഹാലൈഡിന് പകരം കോപ്പർ പൗഡറും HXും എടുക്കാം. പഠിഞ്ഞോ? ഡൗട്ടൊന്നും ഇല്ലല്ലോ, ഇല്ല. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അയഡോ ബെൻസീനിനെയും പ്രിപ്പയർ ചെയ്യാം. ഈ ബെൻസീൻ ഡയസോണിയം ഹാലൈഡിൽ നിന്ന് നമുക്ക് എന്തും പ്രിപ്പയർ ചെയ്യാം, അയഡോ ബെൻസീനെയും പ്രിപ്പയർ ചെയ്യാം. എന്ത് ചെയ്താൽ മതി എന്നറിയോ, എടാ ഇതുകൂടി ഒന്ന് നോട്ട് ചെയ്തോ. ഓക്കെ, എന്തെടുക്കുക, നമ്മളെ ബെൻസീൻ റിങ് എടുക്കുക. ആ ബെൻസീൻ റിങ്ങിൽ N2X എന്താണ് സാധനം, എന്താടാ, ബെൻസീൻ ഡയസോണിയം ഹാലൈഡ്. ഇതിനെ എന്തുമായിട്ട് ട്രീറ്റ് ചെയ്യുക, പൊട്ടാസ്യം അയോഡൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പൊ എന്താ സംഭവിക്കുക എന്നറിയോ, ഈ നൈട്രജൻ ഇവിടുന്ന് ഗ്യാസ് ആയിട്ട് പോകും. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഹാലജൻ ഏതാ, അയോഡിൻ അല്ലേ. ആ അയോഡിൻ എന്ത് ചെയ്യും, ബെൻസീൻ റിങ്ങിലേക്ക് വരും. അപ്പൊ എന്താ കിട്ടുക, ബെൻസീൻ റിങ്ങിൽ എന്താ കിട്ടുക, I കിട്ടും. എന്ന് പറഞ്ഞാൽ അയോഡോ ബെൻസീൻ കിട്ടും കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെയാണോ? അപ്പോൾ നിങ്ങൾ ഓർക്കുക, ബെൻസീൻ ഡയസോണിയം ഹാലൈഡിലേക്ക് നമ്മൾ പൊട്ടാസ്യം അയോഡൈഡ് ആഡ് ചെയ്താ, ഏത് ഹാലൈഡാണ് ആഡ് ചെയ്തത്, അയോഡിൻ അല്ല ആഡ് ചെയ്തത്. അപ്പൊ ബെൻസീൻ റിങ്ങിൽ ആരെ കിട്ടും, അയോഡിനെ കിട്ടും. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞത്. HX ആഡ് ചെയ്താൽ ഏത് ഹാലജനാണോ ആഡ് ചെയ്യുന്നത് അതിനെ നിങ്ങൾക്ക് ബെൻസീൻ റിങ്ങിൽ കിട്ടും. ഓക്കെ, ഓർത്ത് വെക്കട്ടോ. അയോഡോ ബെൻസീൻ പ്രിപ്പയർ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, പൊട്ടാസ്യം അയോഡൈഡുമായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. ഓക്കെയാണോ? ഒന്നുമില്ലടാ, അയോഡോ ബെൻസീൻ പ്രിപ്പയർ ചെയ്യാൻ എന്ത് ചെയ്യുക, പൊട്ടാസ്യം അയോഡൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. പഠിഞ്ഞോ? 3 റിയാക്ഷനും പഠിഞ്ഞോ? സാൻമേയസ് എങ്ങനെയാണ്, അനിലിൻ എടുക്കുക, Na2 അഥവാ സോഡിയം നൈട്രേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുക, HXുമായിട്ട് ട്രീറ്റ് ചെയ്യുക കോൾഡ് കണ്ടീഷനിൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബെൻസീൻ റിങ്ങിൽ N2X കിട്ടും. അപ്പോൾ എന്താണ്, ബെൻസീൻ ഡയസോണിയം ഹാലൈഡ്. അതിനെ കോപ്പർ ഹാലൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ നൈട്രജൻ ഗ്യാസ് ആയിട്ട് പോകും. ഏത് ഹാലജനാണോ എടുത്തത് ഹാലജനെ ബെൻസീനിൽ കിട്ടും. കഴിഞ്ഞു. ഗാറ്റർമാൻ ആകുമ്പോഴോ ബെൻസീൻ ഡൈസോണിയം ഹാലൈഡ് എടുക്കുക, അതിലേക്ക് കോപ്പർ പൗഡറും HXും ആഡ് ചെയ്യുക. അതെ, കോപ്പർ ഹാലൈഡിന് പകരം എന്ത് ചെയ്യുക, കോപ്പർ പൗഡറും HXും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക, ബെൻസീൻ റിങ്ങിൽ ഏത് ഹാലജനാണ് എടുത്തത് ആ ഹാലജനെ കിട്ടും. ഓക്കെ, നൈട്രജൻ ആവിയായിട്ട് പോകും. പിന്നെ എന്ത് ചെയ്യുക, പൊട്ടാസ്യം അയോഡോ ബെൻസീനെ പ്രിപ്പയർ ചെയ്യാൻ എന്തെടുക്കുക, ബെൻസീൻ ഡൈസോണിയം ഹാലൈഡ് എടുക്കുക, അതിലേക്ക് പൊട്ടാസ്യം അയോഡൈഡ് ആഡ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുക, നൈട്രജൻ ഗ്യാസ് ആയിട്ട് പോകും. നമ്മൾ ഏത് ഹാലജനടുത്ത്, അയോഡിനല്ലേ. അപ്പോൾ ആ അയോഡിനെ നിങ്ങൾക്ക് ബെൻസീൻ റിങ്ങിൽ കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണോ? 3 റിയാക്ഷനും പക്കല്ലേ? ഓക്കെ അല്ലേ? അത് മായിക്കട്ടെ ഞാൻ. ഓക്കെ, അത് മായിക്കട്ടോ. പഠിച്ചില്ലേ? ഇതോടുകൂടി ഹാലോ അറീൻസിന്റെ പ്രിപ്പറേഷൻസ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്.